ഓഫർ വിലക്കാണ് 2016 ഡീസൽ LDI കേട്ടോ. 16 LDI ഡീസൽ ആണല്ലേ? 5,30 കൊടുക്കാം. 5,30,000 84,000 ബ്രസ കൊടുക്കാം. 16 മോഡൽ ലീവല്ലേ? പെട്രോൾ ലീവ ഫുൾ ഓൺ കേട്ടോ. ഫുൾ ഓണോ? പെട്രോൾ വണ്ടിയാണ്. 2,90,000 16 മോഡൽ ലീവ് കൊടുക്കാം. കേരളത്തിൽ എവിടെയും കിട്ടില്ല. കേരളത്തിൽ കൊടുക്കാതെ നിങ്ങൾ കൊടുക്കും. 2008 നമുക്ക് 1,80,000 കൊടുക്കാം ഡീസൽ. 1,80,000 എറണാകുളം രജിസ്ട്രേഷൻ വീഡിയോ വണ്ടി കൊടുക്കല്ലേ? 30 നമ്പർ ഉണ്ട്. അത് 3013 ആണല്ലേ? ഇത് 2009 VXI പെട്രോൾ 9 മോഡലാണ്. 1,70,000 കൊടുക്കട്ടെ നമുക്ക്. 1,70,000 42 നമ്പറുള്ള വണ്ടി. പെട്രോൾ ആണ്. നീല കളറാണ്. ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. ഓട്ടോമാറ്റിക് ഇഷ്ടമില്ലാത്ത മാനുവൽ കിട്ടും കൊടുക്കാം. അതും കോഫി കളർ കൊടുക്കാം. 1000 cc കേട്ടോ. 1000 cc ആണല്ലേ? സിംഗിൾ ഓണർ. ലോ കിലോമീറ്റർ 5,000 കിലോമീറ്റർ. 1,90,000 1,90,000 ലോൺ കയറും. 90,000 3 സ്വിഫ്റ്റ് കൊടുക്കാറല്ലേ? അപ്പോ നമ്മളങ്ങനെ വീണ്ടും കൊണ്ടോട്ടി തറയിട്ടുള്ള കേസ് കാസിൽ വീണ്ടെത്തിക്കണ്ടേ. കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിലെ 10-20 വണ്ടികളാട്ടെ. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്നുള്ള അടിപൊളി ഷോറൂമാണ്. ചെറുവണ്ടി ഷോപ്പാണ്. മാക്സിമം ലോണിൽ വണ്ടികൾ കിട്ടും. നമ്മളെ കൂടുതൽ എന്താ പറയാ മുസഫിർ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ഷാറാണല്ലേ? ഓണറിന് കുഴപ്പമൊന്നും ചെല്ലല്ലേ? ഓണറിനാണല്ലേ? അല്ലാത്ത എന്താ നമ്മള് ലൊക്കേഷൻ പറഞ്ഞാണ്? ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാണ് കേട്ടോ. ഷോപ്പിന്റെ പേര് കരിപ്പൂര് പോലീസിന്റെ അടുത്ത് തന്നെ വരും. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട 2 ലിങ്ക് കിട്ടും. ഒരു ലിങ്കിൽ കയറാൻ മൊത്തം കാറ്റലോഗ് ഉണ്ട്. എല്ലാം കിട്ടും. എല്ലാം കിട്ടും. പോയത് ഒഴിവാക്കും ചെയ്യും. കേരള രണ്ടാമത്തെ ലിങ്ക് കയറി ലൊക്കേഷൻ കിട്ടും. മലപ്പുറം ജില്ലയിലാണ്. കൊണ്ടോട്ടി തറയിട്ടാലാണ്. വിമാനത്താവളത്തിന്റെ ബാക്ക് സൈഡിലാണ്. സ്റ്റേഷന്റെ എടുത്താണല്ലേ? ഗ്യാസ് കാസ് അടിച്ചാൽ തന്നെ കിട്ടും. കിട്ടുമല്ലേ? പിന്നെ പേക്കാറൊന്നുമില്ല. എത്ര മുതലാണ് സ്റ്റാർട്ടിംഗ്? 35-40 സ്റ്റാർട്ടിംഗ് വണ്ടിയുണ്ട്. എല്ലാ തരത്തിലും വണ്ടികളുണ്ട്. ഉണ്ട്. ഏത് മോഡൽ വണ്ടി? BM തൊട്ട് ബെൻസ് തൊട്ട് ഇനിയിപ്പോ ഫോർച്യൂണർ അങ്ങനെ കൊടുക്കാം. എല്ലാം കൊടുക്കാനല്ലേ? ചെറുവണ്ടികൾ 30,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ലാൻസർ ഒക്കെ നമ്മളെ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. തുണക്കാരിപ്പോ പെട്രോളിൽ പോയി. ഇത് ഡീസലാണ് ഷോപ്പ് അല്ലേ? 7 മുച്ചാണല്ലേ? ഉണ്ടല്ലേ? 7 മുച്ചാൽ നിങ്ങൾ സാധനം ഇങ്ങനെ എത്തിച്ച് കൊണ്ടേയിരിക്കുമല്ലോ അല്ലേ? ഇനിയിപ്പോ വേറെ ബാനൊക്കെ ഉണ്ടല്ലോ ഇതിനുള്ളിൽ. ആ നിസാറിന്റെ ഒരു ബാനൊക്കെ വരാണ്ട് കേട്ടോ. 8 സീറ്റ് 10 സീറ്റ് ഉള്ളതൊക്കെ. അപ്പൊ വീഡിയോ കണ്ടാലോ? അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണി മറക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആകത്തുണ്ടല്ലോ അടിപൊളി Audi Q7 Q3. നല്ല അടിപൊളി വണ്ടിയില്ല. 2014 മോഡൽ വണ്ടിയാണ്. KLM 84 കൊണ്ടോട്ടി നമ്പറായ വണ്ടി കേട്ടോ. ഇവിടെ കൊണ്ടോട്ടി നമ്പർ വണ്ടിയാണ്. 81 നമ്പർ ചെയ്ത വണ്ടി കേട്ടോ. എല്ലാം ചെയ്ത വണ്ടില്ലേ? പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. കേരള നമ്പർ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്പർ കണ്ടില്ലേ? എന്നാ കിലോമീറ്റർ ഓടിക്കണോ? കിലോമീറ്റർ ഓടിയത് 93,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 96,000 കിലോമീറ്റർ കേട്ടോ. 96,000 കിലോമീറ്റർ നിലവിൽ ഓടി. 3ാമത്തെ ഓണർഷിപ്പ് ആണ്. ഇസ്റ്ററിലുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വൃത്തിയുള്ള വണ്ടി കേട്ടോ. വൃത്തിയുള്ള കിടലം വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് ആകാശം കൊണ്ട് പോകലേ? അതാ കാര്യം നമ്മള് പറയുന്നത്. ഡീസലാണ്. ഒരു അത്യാവശ്യം 14-15 മൈലേജും കിട്ടും കേട്ടോ. എന്തായാലും മൈലേജ് ഉണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യലല്ലേ? അത്യാവശ്യം വൃത്തിയുള്ള അടിപൊളി ഉണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3ാമത്തെ നിലവിലുള്ളത്. റീപ്ലേസ് ചെയ്യലോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ Audi Q3 എത്ര നമ്മൾ ചോദിക്കും? നമ്മൾ 990 വണ്ടിയാണ്. ഇപ്പൊ 950 കൊടുക്കാം കേട്ടോ. 9,90,000 ചോദിച്ച വണ്ടിക്ക് 9.5 ലക്ഷം ഫൈനലായിട്ട് കൊടുക്കാം. ലോൺ ആണെങ്കിലോ? ലോൺ നമുക്ക് 7 ലക്ഷം 8 ലക്ഷം ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. 8 ലക്ഷം വരെ ലോൺ കയറും. 1.5 ലക്ഷം 1 ലക്ഷം മുടക്കൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. പ്രൊഫൈൽ നല്ല ഉഷാറാണ്. ഡീസൽ എത്ര കിട്ടും മൈലേജ്? 14-15 കിട്ടും. മൈലേജും കിട്ടും. സൺറൂഫ് അല്ലേ? അതേപോലെ അടിപൊളി എക്കോസ്പോർട്ട് ഉണ്ടല്ലോ. ഇത് 2016 മോഡൽ എക്കോസ്പോർട്ട് ആണ്. 16 ഡീസൽ ടൈറ്റാനിയം സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര ഓടി വന്നാല്? അത് 1.38 ഓടിയിട്ടുണ്ട്. 1.33 ഫുൾ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. 38-33 സർവീസ് ഉണ്ട്. ഒന്നുമില്ല. ഹിസ്റ്ററിക്കുള്ള പക്കാനുള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? 18 രൂപ മൈലേജും കിട്ടും കേട്ടോ. എന്തായാലും കിട്ടും. അത്യാവശ്യം നല്ല വൃത്തിലുണ്ടല്ലേ? റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. സർവീസും ഉണ്ട്. എത്ര വായിക്കണതാല്? ചോദിക്കണത് 5,60,000 കേട്ടോ. 5,60,000 നിങ്ങളെ വണ്ടിക്ക് എക്കോസ്പോർട്ട് ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 4 ലക്ഷം വരെ ലോണും കൊടുക്കാം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കും. കേട്ടോ. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഇതിന് 18 രൂപ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും.
അതേമാതിരി അടിപൊളി ഡസ്റ്റർ, ഇതൊക്കെ കിട്ടുന്ന ഓഫർ റേറ്റ് ആണ്. 2016 ഡീസൽ ഓട്ടോമാറ്റിക് വെറും 4 MB കൊടുക്കാം. 4,80,000 16 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കാം. ഓഫറെല്ലാം കൊടുക്കണേ? ഓഫറല്ല, എറണാകുളം രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? നല്ല പ്രൊഫൈലാണ്. 4-5 ലക്ഷം ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. അതൊക്കെ അറിഞ്ഞില്ലേ? 50-50 ഉറുപ്പിക ഇറക്കാനും പറ്റും കേട്ടോ. വേറെ 50,000 കല്ലി ഫുൾ ആണോ? അതെ അതെ, അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, പുതിയ ഇൻഷുറൻസ് ആണ്, 15-16 മൈലേജും കിട്ടും. 1 ടൺ ആണ് കേട്ടോ. 1 ടൺ ആണല്ലേ? എത്ര ഓടിയുണ്ടെന്നല്ല അങ്ങനെയാണെങ്കിൽ? കിലോമീറ്റർ വരുന്നത് 1,24,000 ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പാ? 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളല്ലേ? അങ്ങനാണെങ്കിൽ റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, മാനുഫാക്ചറിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. അഡീഷണൽ അലവിലൊക്കെ കേറ്റുണ്ടല്ലേ? കാണാൻ വൃത്തി ഇമ്പുള്ള ഉണ്ടല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഗിയർ വരെ മാറണ്ടെന്ന് പറഞ്ഞു. MT ആണ്, ധൈര്യമായിട്ട് ഓടിച്ച് ഇങ്ങനെ കൊണ്ടെടുക്കാം. എത്ര രൂപ? 3? ഇതിന് 4,80. 4,80 അല്ലേ? മാക്സിമം ലോൺ കയറും അല്ലേ? അതേപോലെ തന്നെ ഒരു ബ്രസ് ആണല്ലോ റെഡ് കളർ. ഓഫർ വിലക്കാണ്. 2016 ഡീസൽ LDI കേട്ടോ. 16 LDIയോ? LDI ഡീസൽ LDI ആണല്ലേ? 5,30 കൊടുക്കാം. 5,30,000 84,000 ബ്രസ് കൊടുക്കാം. റീപ്ലേസ് ഇല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പാ? എത്ര ഓടിക്കുന്നത്? 1.25 ഓടിട്ടോ. 1.25 ഓടിയിട്ടുണ്ട്. 1.25 ഓടിക്കുന്നു അല്ലേ? റീപ്ലേസ് ഇല്ല. 5.30 നമുക്ക് ഒരു 5 ലക്ഷം വരെ ലോൺ കിട്ടും കേട്ടോ. 5 ലക്ഷം ലോൺ കയറ്റി കൊടുക്കാം. വെറും 10,000 മുടക്കില് ഇറക്കി കൊടുക്കാം കേട്ടോ. വണ്ടി ഇറക്കാനല്ലേ? അത് നമ്മള് കയറേണ്ടി ഉണ്ടല്ലേ? വേറെ പണി കാര്യങ്ങൾ ഒന്നുമില്ല. കാര്യങ്ങൾ അത്യാവശ്യം ഫുള്ളാണ്. കാര്യങ്ങള് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ചെയ്തോണ്ട് എടുക്കുന്നൊക്കെ പണിയില്ലല്ലേ? എണ്ണടിച്ച് ഇങ്ങനെ ഓടിയാൽ മാത്രം മതി. LDI ആണ്, ഡീസലാണ്, മൈലേജ് ഉണ്ട്. ലോൺ ഫുൾ ആണല്ലേ? ലോൺ 10-30 മുടക്കിലിറക്കാം. അടുത്ത വണ്ടി 2-3 ഹോണ്ട സിറ്റി ഉണ്ടല്ലേ? സിറ്റി ഉണ്ട് കേട്ടോ. എന്നാ ഗ്രേ കളർ അങ്ങനെ മോഡൽ? 2014 പാർക്കൻസൈലാണ്. പാർക്കൻസൈൽ വണ്ടി 14 മോഡലാണല്ലേ? ഡീസലാണ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. നമുക്ക് 4,90 കൊടുക്കാം. ഇതേ സാധനം ഒന്നുകൂടി കയറാണ്ട് നമുക്ക് 4.30 കൊടുക്കട്ടോ. ഇത് 4,90 കൊടുക്കാം. ഇതേ സാധനം വേറെ 4.30 കൊടുക്കാം. 10,000 കമ്മി അത് കൊടുക്കാം. ഇതിന്റെ അതേ റെഡ് കളറാണ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതേ മാർക്കല്ലേ? ഒരു മാറ്റമില്ല. ഇതിനെ റീപ്ലേസ് മേജർ ആക്സിഡന്റ് നോക്കില്ല, ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഓക്കെ. ഈ വെള്ള കളർ ഹോണ്ട സിറ്റി ആണ്. ഇത് 2017 കേട്ടോ. 17 മോഡല് ഹോണ്ട സിറ്റി KL84 V ആണ് ഓപ്ഷൻ വരുന്നത്. V ആണല്ലേ? ഇപ്പൊ KL84 നമ്പർ ആക്കിയ വണ്ടി കേട്ടോ. കൊണ്ടുപോയി നമ്പർ ആക്കിയാണ്. ഫുൾ ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല, ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ ആണല്ലേ? എത്ര ഓടികളാണ്? കിലോമീറ്റർ 88,000 കിലോമീറ്റർ. 8 3ാമത്തെ ഓണർഷിപ്പ് കേട്ടോ. നിലവിലുള്ളല്ലേ? സെക്കൻഡ് ഹാൻഡ് നമ്മൾ പേരിലേക്ക് മാറ്റി നമ്പർ ആക്കിട്ടോ. നമ്പർ ആക്കില്ലേ? അപ്പൊ തേടായതല്ലേ? റീപ്ലേസ് ഒന്നുമില്ല, ഒരു മാഞ്ഞാള പരിപാടി ഇല്ലല്ലേ? ഡീസലാണ്, 20 കിലോമീറ്റർ മൈലേജും കിട്ടും. എല്ലാം ഉണ്ടല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതെ. അങ്ങനെയാണെങ്കിൽ ഈ വെള്ള കളർ ഹോണ്ട സിറ്റി എത്ര വയസ്സുണ്ട്? ഇത് നമുക്ക് 6.10 കൊടുക്കാം കേട്ടോ. 6.10 തെർച്ചുകൾ വർഷം കൊടുക്കും. 5 ലക്ഷം ലോണും കൊടുക്കാം. ലോൺ കയറും. 1 ലക്ഷം മുടക്കിൽ വണ്ടി ഇറക്കാം. ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം 20 വില മൈലേജും കിട്ടും. അതേമാതിരി തന്നെ സ്വിഫ്റ്റ് ആണല്ലോ? ഇത് 2017 സ്വിഫ്റ്റ് ആണ്. വീഡിയോ കേട്ടോ. 17 വീഡിയോ ഉണ്ടല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ടയറ് കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ? എത്ര ഓടികളല്ലേ? ഇത് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. 1.15 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. നിലവിൽ ഓടിക്കണ്ടല്ലേ? റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇതിൽ ചോദിക്കുന്നത് വെറും 4,60,000 കേട്ടോ. 4,60,000 17 മോഡലിന് സ്വിഫ്റ്റിന് ചോദിക്കുന്നുണ്ട്. അത് കുറവുണ്ടാവുമല്ലോ അല്ലേ? നെഗോഷ്യബിൾ ആണെങ്കിൽ നോക്കാം. ആളുകൾ 4 ലക്ഷം വരെ ലോൺ കിട്ടും കേട്ടോ. മാക്സിമം ലോൺ കിട്ടും. 60,000 വെറും 60,000 മുടക്കിലല്ല. അടിപൊളി 17 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് കൊടുക്കാമല്ലേ? KL46 നമ്പറിലുണ്ട്. അതേമാതിരി തന്നെ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് വെള്ള കളർ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2014 മോഡൽ ZDI ആണ്. 14 ZDI ഡീസലിന് ഫുൾ ഓപ്ഷൻ. KL23 നമ്പറില്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. ഓണർഷിപ്പ് വരുന്നത് കിലോമീറ്റർ 1.36 കേട്ടോ. 1.36 കിലോമീറ്റർ ഓടിക്കുന്നത്. കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? റീപ്ലേസ് ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണ്. അങ്ങനത്തെ മാഞ്ഞാളങ്ങളൊന്നും ഇല്ല. 18-20 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്തായാലും കിട്ടും. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഏത് വണ്ടി ആണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസപ്പെട്ട ആളെ കൊണ്ടുവന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. അത്ര തന്നെയാണ്.
അത് നമ്മൾ പറയണ്ടല്ലേ, വർഷോപ്പ് കൊണ്ടുപോവാ വർഷോപ്പ് പറഞ്ഞ് കൊണ്ടുവരാ ഒക്കെ ചെയ്യാട്ടോ. ചെക്ക് ചെയ്ത് എടുക്കല്ലേ. നമ്മളെല്ലാം പറഞ്ഞു തരും, നമ്മള് കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ. ഇന്ന് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കണത് 4 lakh ആട്ടോ. 4 lakh ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ലോൺ മാക്സിമം 3 ലക്ഷം 3.5 ലക്ഷം ഒക്കെ ലോൺ കിട്ടും. ലോൺ കയറും. 50,000 മുടക്കിലെ സ്വിഫ്റ്റ് ഇറക്കാൻ കൊടുക്കട്ടോ. അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് ഡിസൈർ ആണല്ലോ. ഇത് ഫുൾ ലോൺ ആണ്. ഫുൾ ലോൺ 15 മോഡല് 16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഗ്രേ കളർ സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാനല്ലേ. 2031 വരെ ഓൾറെഡി പേപ്പർ ഉണ്ടാവും. നിലവില് കംപ്ലീറ്റ് ആയിട്ട് ഇതില്ല വണ്ടി. അളവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ അളവില് കാര്യങ്ങള് ടയറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. കളറാട്ടോ. ഗ്രേ കളർ ആവുമ്പോ നല്ല ലുക്ക് അല്ലേ. അതെ. എത്ര ഓടിക്കണ്ടെന്ന്? ഇത് 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ. ഓക്കെ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചോദിക്കുന്ന വില 4 lakh ആണ്. ചോദിക്കുന്നത് 4 lakh. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ ചാൻസ് ഉള്ള വണ്ടിയാണ്. മാക്സിമം ലോൺ കയറി കൊടുക്കാം അല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമല്ലേ. ഏകദേശം 10,000 മുടക്കിലൊക്കെ ഇറങ്ങും. നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ തന്നെ കിട്ടും. കയറും. പ്രൊഫൈൽ ഉഷാറായ ഫുൾ ലോൺ ആണ്. പൈസ മുടക്കും വേണ്ട. 20 എന്തായാലും മൈലേജും കിട്ടും. അതേപോലെ വീണ്ടും സ്വിഫ്റ്റ് ഡിസൈർ ആണല്ലോ. ഫുൾ ലോൺ. ഫുൾ ലോൺ ഡിസൈർ 2015 പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക്കോ? അതെ. ഡിസൈർ ഫുൾ ലോൺ കൊടുക്കാല്ലേ. എത്ര ഓടിക്കണല്ലേ? ഇത് കിലോമീറ്റർ വന്നിട്ട് 73,000 കിലോമീറ്റർ 5ാമത്തെ ഓണർഷിപ്പ് കേട്ടോ. 73,000 കിലോമീറ്റർ ഓടിക്കണല്ലേ. ഡിസൈർ ഓട്ടോമാറ്റിക് അല്ലേ. VXI കേട്ടോ. VXI ആണ്. പെട്രോൾ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ് അല്ലേ. ഇതിപ്പോ റീപ്ലേസ് ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ ചോദിക്കുന്ന വില 3,60,000 രൂപയാണ്. 360. അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ഫുൾ ലോൺ ആണ് കേട്ടോ. ഉറുപ്പ് മുടക്കും വേണ്ട. ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ഡിസൈർ പെട്രോളിന് കൊടുക്കും ചെയ്യാം. കൊടുക്കും. ഓക്കെ. അതേമാതിരി ഡിസൈർ വീണ്ടും ഇത് 2011 മോഡൽ ഡിസൈർ ആണ്. 11 ഡിസൈർ അല്ലേ. പഴയ ഷേപ്പാണ്. ഓൾഡ് ഷേപ്പ് കൊണ്ട് 11 എടുത്തുണ്ട് കേട്ടോ. 10 ഡിസൈർ ഉണ്ട്, 11 ഡിസൈർ ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ അല്ലേ. ആൾക്കാർ എഴുതി വിളിച്ചത് നമ്മൾ കൊടുക്കും. അടിപൊളി അളവിലൊക്കെ ചെയ്ത വണ്ടി. സ്വിഫ്റ്റ് ഡിസൈർ മാത്രം നമ്മുടെ അടുത്തൊരു 8-10 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്. ഓ, എന്നാ എത്ര ഓടി വന്നത്? ഇത് കിലോമീറ്റർ വന്നിട്ട് 120 ഓടിയിട്ടുണ്ട്. 5ാമത്തെ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് 5 അല്ലേ. 120 ഓടിക്കണം. 5ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ലല്ലേ. മെയിൻ ക്ലാസ് കാര്യമൊന്നും മാറിയില്ല കേട്ടോ. ഒന്നും മാറിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. അടിപൊളി അലവിലുണ്ട്. അഡീഷണൽ അലവിലൊക്കെ ചെയ്ത് ലുക്കാക്കിയ വണ്ടി. അതെ. എത്ര ചോദിക്കണമെന്നല്ലേ? ഇത് നമ്മൾ ചോദിക്കണത് 2.30 ആണ്. 2.30. 2.30 ചോദിക്കുന്നുണ്ട്. 1 ലക്ഷം വരെ ലോണും കൊടുക്കാം. 2.30 നെഗോഷ്യബിൾ കൊടുക്കാം. അത് വേറെ ഉണ്ട്. 1 ലക്ഷം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുമല്ലോ അല്ലേ. നീല കളറ് സ്വിഫ്റ്റ് ഡിസൈർ ഉണ്ടല്ലോ അലവില് ചെയ്ത വണ്ടി. ഇത് 2009 VXI പെട്രോൾ. 9 മോഡലാണ്. 1.70 കൊടുക്കട്ടെ നമുക്ക്. 1,70,000 രൂപയ്ക്ക് 42 നമ്പറുള്ള വണ്ടി. പെട്രോൾ ആണ്. നീല കളറാണ്. ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. എത്ര ഓടിക്കണമെന്നാല്? കിലോമീറ്റർ 1.18 കേട്ടോ. 1.12. 1.18. സെക്കൻഡ് ഓണർഷിപ്പ് പറഞ്ഞ ഇത് ഓണർഷിപ്പ് കുറച്ച് കൂടുതൽ 9ാമത്താണ് നിലവിലുള്ളല്ലേ. സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഉഷാറാണല്ലേ. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 29 പേപ്പർ ഉണ്ടാവും കേട്ടോ. ഉണ്ടല്ലേ. എത്ര നമ്മൾ ചോദിക്കണം? 1.70. 1,70,000 രൂപയ്ക്ക് കുറച്ചും കൊടുക്കും. 1 പൈസ കുറച്ചും കൊടുക്കാം. ധൈര്യത്തിൽ പറഞ്ഞു കൊടുക്കാല്ലേ. നല്ല വൃത്തിലുണ്ടല്ലേ. ലോൺ കയറുമ്പോ ലോൺ നമുക്ക് ഉറപ്പാ കൊടുക്കാം. ലോൺ കയറും. 70,000 മുടക്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഓക്കെ. പെട്രോൾ എത്ര മൈലേജ് ഇട്ടത്? 14-13. 15 മൈലേജും കിട്ടും. അതേമാർക്ക് തന്നെ വീണ്ടും സ്വിഫ്റ്റ് ആണല്ലോ. 14 മോഡല് 15 രജിസ്ട്രേഷൻ വണ്ടി. ഗ്രേ കളർ സ്വിഫ്റ്റിലെ അലവില് ചെയ്ത വണ്ടി. ഡീസലാണ്. VDI ആണ്. KL14 ആണല്ലേ. VDI വണ്ടിയില്ലേ. എന്നാ എത്ര ഓടിക്കണമെന്നല്ലേ? ഇത് കിലോമീറ്റർ വന്നിട്ട് 1,22,000 കേട്ടോ. 1.22. 4th ഓണർഷിപ്പ് ആണ്. നിലവിലുള്ളല്ലേ. അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലവിലെ കഷ്ട ചെയ്ത് ചുരുക്കാക്കി വണ്ടി. എന്നാ റീപ്ലേസ് ഉള്ളതിന്? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. സീറ്റ് കാര്യങ്ങള്, അഡീഷണൽ സ്ക്രീന് കാര്യങ്ങള് എല്ലാം ചെയ്തു. 2026 സെപ്റ്റംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. വേറെ പണികളൊന്നും ഇല്ലല്ലേ. നമ്മൾ ചോദിക്കുന്നത് 4.10 കേട്ടോ. 4.10 നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. കുറച്ചിട്ട് കൊടുക്കും. 3.5 ലോണും കൊടുക്കും. ലോൺ കയറും. 15,000 60,000 മുടക്കില് നല്ല വണ്ടിയില്ലേ. അതേമാർക്കനെ റിഡ്സ് ഇറക്കാലോ. 2011 ആണ്. 10 മോഡല് 11 രജിസ്ട്രേഷൻ.
11 രജിസ്ട്രേഷൻ അല്ലേ? ഇതേത് ഓപ്ഷൻ വരുന്നേ? ഇത് LXi കേട്ടോ. LXi പെട്രോൾ വണ്ടിയില്ലേ? പെട്രോൾ വണ്ടി. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കിലോമീറ്റർ ഓടിക്കണോ? ഇതിന്റെ കിലോമീറ്റർ 1.10 കേട്ടോ. 1,10,000. അഞ്ചാമത്തെ ഓണർഷിപ്പ്. 5ാമത്തെ ഓണർഷിപ്പ് അല്ലേ? ഇതിന് 1 ലക്ഷം ലോൺ കൊടുക്കട്ടോ. മാക്സിമം കയറും. ചോദിക്കണ വില 1.60. 1,60,000 വണ്ടിക്ക് 1 ലക്ഷം ലോണ്. 60,000 മുടക്കിൽ വണ്ടി എടുക്കൂലേ? അത് നമ്മൾ പറഞ്ഞ കാര്യല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. LXi ആണ്, പെട്രോൾ വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ? 10-18 മൈലേജ് കിട്ടുമോ? എന്താണ് കിട്ടും ചെയ്യും. അടുത്ത വണ്ടി വീണ്ടും റിഡ്സിലെ ന്യൂ ഷേപ്പ് റിഡ്സ് കേട്ടോ. ന്യൂ ഷേപ്പ് റിഡ്സ് ആണ്. 12 മോഡലാണ്. 12 ഡീസൽ വീഡിയോ വണ്ടി ആണ് വരുന്നത്. കിലോമീറ്റർ 1.32. 4th ഓണർഷിപ്പ് ആണ് വരുന്നത്. പുതിയ ഇൻഷുറൻസ് കേട്ടോ. പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി കയറല്ലേ? തേർഡ് പാർട്ടി എല്ലാം നമ്മൾ എടുത്തു കൊടുക്കും. അതെ. ഇത് നമുക്ക് 2.40 കൊടുക്കാം. 1 ലക്ഷം ലോൺ കൊടുക്കാം കേട്ടോ. 2.40 കുറച്ചും കൊടുക്കാം. 1.5 ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ലോൺ കെട്ടി കൊടുക്കൂലേ? ഡീസൽ വണ്ടിയാണ്. അതിൽ ഓടിക്കും ചെയ്യാത്ത മൈലേജും കിട്ടും. മൈലേജും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എടുക്കുന്നവർക്ക് ഒരു പണി എടുക്കണ്ട ഒന്നുമില്ല അല്ലേ? 20 മേലെ മൈലേജ് ഉള്ള അടിപൊളി റെഡ്സ് ആണ് കിടക്കുന്ന പോലെ. അതേപോലെ തന്നെ ഒരു ലീവാണ്. 2016 മോഡലാണ്. 16 മോഡല് ലീവല്ലേ? പെട്രോൾ ലീവ ഫുൾ ഓൺ കേട്ടോ. ഫുൾ ഓണല്ലോ? പെട്രോൾ വണ്ടിയാണ്. 2,90,000 16 മോഡല് ലീവ് കൊടുക്കാം. കേരളത്തിൽ എവിടെയും കിട്ടില്ല. കേരളത്തിൽ കൊടുക്കാതെ നിങ്ങൾ കൊടുക്കും. അതാണ് നമ്പർ എടുത്ത വണ്ടിട്ടില്ല. HR ഒന്നല്ല, നമ്പർ ആയ വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. എന്നിട്ട് 16 മോഡൽ ലീവ അല്ലെ? 16 അല്ലേ? 16 ലീവ 2.90. എന്താ മുതലാളിക്ക് ഒട്ടായതാണോ കൊടുത്തനൊട്ടായതാണോ അറിയില്ല. ഇൻഷുറൻസ് കാര്യങ്ങൾ, പുത്തൻ സീറ്റ് കറക്ഷൻ. അടിപൊളി സീറ്റ് കാര്യങ്ങള്, കാര്യങ്ങളൊക്കെ മാറ്റാട്ടോ. പുതിയ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയതാണ്. എല്ലാം മാറ്റി ക്ലിയർ ആക്കി വേണ്ടി. ഇത് കത്തീനോ? നല്ല വണ്ടിയില്ല. 2,90,000 16 മോഡലിൽ ലീവ പെട്രോൾ വണ്ടി കൊടുക്കാം. ഇനി ലോൺ എത്ര കയറും? ലോൺ ഫുൾ ലോൺ കൊടുക്കാം. റേറ്റ് ചെറിയ അഡ്ജസ്റ്റ് ആയി കൊടുക്കാം. 2,90,000 കുറച്ചും കൊടുക്കാം. ഫുൾ ലോൺ ആണ് അല്ലേ? ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. അതിനൊരു 14-15 മൈലേജ് കിട്ടും. ഓക്കെ. അതേമാതിരി സ്വിഫ്റ്റ് ഉണ്ടല്ലോ. സ്വിഫ്റ്റ് പഴയ ഷേപ്പ് 3 വണ്ടി ഉണ്ട് കേട്ടോ. ഓൾഡ് ഷേപ്പിൽ 3 ഐറ്റം സ്വിഫ്റ്റ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഒരു ഗ്രേ ഉണ്ട്. 2009 വണ്ടികളാണ്. 2009 വണ്ടികളാണ്. എല്ലാം 2009. ഇതാണ് 2009. 2029 പേപ്പർ, 2030 പേപ്പർ ഉണ്ട്. 30 പേപ്പറിലുള്ള അടിപൊളി സ്വിഫ്റ്റ് ആണ് ഈ കളിക്കുന്ന പോലെ. മെക്കാനിക്കലൊക്കെ പക്ക ഫിറ്റ് ആണ്. 4 സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറ്റിയതാണ്. മാറ്റി ക്ലിയർ ആക്കിയുണ്ട്. എത്ര ഓടി വന്നാല്? 1.50 ഓടിയിട്ടുണ്ട്. നിലവിലിപ്പോ ഇത് ഓടിക്കണോ? എന്നാ റീപ്ലേസ് ഉണ്ടോ? ഡീസൽ വീഡിയോ റീപ്ലേസ് ഇല്ല കേട്ടോ. ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞു കൊടുക്കാം. 1.90 ചോദിക്കണത്. എത്ര? 1.90. 1,90,000 ചോദിക്കുന്നുണ്ട്. ഇന്നലെ കമ്മിയാക്കി കൊടുക്കാം. 1 ലക്ഷം ലോൺ കൊടുക്കാം. 1 ലക്ഷം ലോൺ കയറും. 90,000 മുടക്കില് 31 വരെ പേപ്പറില 30 പേപ്പറില സ്വിഫ്റ്റ് കൊടുക്കാം അല്ലേ? 86 30 13 നമ്പറിലുള്ള ഉണ്ടല്ലേ? അതേമാതിരി ബ്ലാക്ക് ഉണ്ടല്ലോ. 2008 നമുക്ക് 1.80 കൊടുക്കാം. ഡീസൽ 1,80,000 എറണാകുളം രജിസ്ട്രേഷൻ വീഡിയോ വണ്ടി കൊടുക്കല്ലേ? 30 നമ്പർ ഉണ്ട്. അത് 30 13 ഓക്കെ. എത്ര ഓടിക്കണെന്നാലേ? ഇത് കിലോമീറ്റർ എന്നിട്ട് 1.26 ഓട്ടം. 5th ഓണർഷിപ്പ്. ലോൺ ചിലപ്പോൾ 1 ലക്ഷം കിട്ടാൻ ചാൻസ് ഉണ്ട്. ലോൺ മാക്സിമം കയറൂല്ലേ? സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ മിയാണല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാല്ലേ? 1,80,000. 1.80 ആസ്കിംഗ് പ്രൈസ് ആട്ടോ. നമുക്ക് ഡീൽ ചെയ്യാം കേട്ടോ. വന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ചിന് കൊടുക്കും. പറ്റുന്ന മാക്സിമം അഡ്ജസ്റ്റ് ആക്കി തരും. കൊടുക്കും. 1.80 വണ്ടിക്ക് വില കുറച്ച് കൊടുക്കും. പേപ്പർ 28 പേപ്പറും ഉണ്ട്. അതേമാതിരി ഈ സ്വിഫ്റ്റ് അല്ലേ? 2009 1.90. 1,90,000 ഈ സ്വിഫ്റ്റും കൊടുക്കാം. അല്ലെങ്കിൽ ചെയ്തോണ്ടില്ല. 9,600 നമ്പർ അല്ലേ? ഇപ്പൊ റീപ്ലേസ് എന്തെയുണ്ടോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ല. പറഞ്ഞു ചെയ്യാം. ടയറും ഉണ്ട്. ഓണർഷിപ്പ് എത്രണ്ടോ? ഓണർഷിപ്പ് ഇതും 4th ഓണർഷിപ്പ് ആണ്. നിലവിലുള്ളത്. ഇതൊന്നും റീപ്ലേസ് ഇല്ലല്ലോ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ മാഞ്ഞാളങ്ങളൊന്നും ഇല്ലാത്തോണ്ടല്ലേ? ടയറ് കാര്യങ്ങള്, അലവില് കാര്യങ്ങള് എല്ലാം ഉഷാറിലാണ്. പുതിയ ഇൻഷുറൻസ് കേട്ടോ. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടാ കൊടുക്കും. എത്ര ആയിക്കണ്ടേ? 1.90. 1,90,000 ലോൺ കയറും. 90,000 3-4 സ്വിഫ്റ്റ് കൊടുക്കാല്ലേ? അതും ഗ്യാരണ്ടിയില്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി കിടില ഓട്ടോമാറ്റിക് കിട്ടുകൾ കുറെ ആൾക്കാർ ചോദിക്കുന്നതാണ്. ചെറിയ കായ് കൊടുക്കും ചെയ്യും. ചെറുവണ്ടി ഓട്ടോമാറ്റിക്. അതെ, ലേഡീസിനും പറ്റും ജെന്റ്സിനും പറ്റും. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? 2017 മോഡൽ വണ്ടിയാണ്. RXL ആണ് ഓപ്ഷൻ തന്നെ. ഓട്ടോമാറ്റിക് ആണ്. RXL ഓട്ടോമാറ്റിക്.
പെട്രോള്. എത്ര ഓടികളാല്? 88,000 കിലോമീറ്റർ. 88ഓ? 88 ഓടിക്കണ്ടല്ലേ? കമ്പനി ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉള്ള ഉണ്ടല്ലേ? മൂന്നാമത്തെ ഓണർഷിപ്പാണ് വരുന്നത് നിലവിലുള്ളത്. നല്ല വൃത്തിലുണ്ടല്ലേ? റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. ഇതിന് ചെറിയ നോബാണ് വരുന്നില്ല ഓട്ടോമാറ്റിക്. അതെ, നമ്മളെ ഈ പാട്ടിനൊക്കെ സൗണ്ട് ഉണ്ടാ മാറില്ല അല്ലേ? ഓ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എന്നാ എത്രയാണ് ഓട്ടോമാറ്റിക് കിട്ടുന്ന ചോദിക്കണേ? 2,70,000. 2,70,000 കുറച്ച് കൊടുക്കും. 2.5 ലോണും കൊടുക്കാം, കുറച്ചും കൊടുക്കാം. 10,000 മുടക്കിലും 15,000 മുടക്കിലും ഓട്ടോമാറ്റിക് കിട്ടുണ്ടാൻ പറ്റില്ല. 10 മിനിറ്റ് മൈലേജ് കിട്ടുമോ? മൈലേജ് ഉണ്ടാവും. കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അതേമാതിരി വീണ്ടും കിട്ടാണല്ലോ. ഓട്ടോമാറ്റിക് ഇഷ്ടമില്ലാത്തവർക്ക് മാനുവൽ കിട്ടും കൊടുക്കാം. അതും കോഫി കളർ കൊടുക്കാം. 1000cc കേട്ടോ. 1000cc ഒന്നുമില്ല. സിംഗിൾ ഓണർ. ഓ, ലോ കിലോമീറ്റർ, 50,000 കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ. ഓ, 1000cc 50,000 കിലോമീറ്റർ ഓടിയാ സിംഗിൾ ഓണർഷിപ്പ് വണ്ടില്ല. 2018 മോഡല് ഫുൾ ഓപ്ഷൻ RXT ആണ് ഓപ്ഷൻ വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എയർ ബാഗ്, കമ്പനി സെറ്റ് കാര്യങ്ങള് എല്ലാം ഉണ്ട്. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടില്ലേ? കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടില്ലേ? അതെ. റീപ്ലേസ് ചെയ്യല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ? അതെ, വേറെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എന്നാ അങ്ങനെയാണെങ്കിൽ ഈ കിഡ്ലം കിഡിന് എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇതിന് ചോദിക്കണ 2.60 കേട്ടോ. 2.60 വണ്ടിന് ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നമുക്ക് 2.5 ലോണം കിട്ടാൻ ചാൻസ്. ഫുള്ളാള് കിട്ടും. മാനുവൽ കൊടുക്കാം. ഓട്ടോമാറ്റിക് 10,000 മുടക്കിൽ കൊടുക്കാം. അടുത്ത വണ്ടി i10 ഫാൻസി നമ്പറിൽ ഐറ്റം കൊടുക്കാം അല്ലേ? കിഡ് നമ്മൾ ഓട്ടോമാറ്റിക്കും മാനുവലും കാണിച്ചു. അത് രണ്ടും കാണിച്ചു. കഴിഞ്ഞാൽ അടുത്ത് ഓട്ടോമാറ്റിക് കൊണ്ട് മാനുവലുണ്ട്. രണ്ടുണ്ട്. വെള്ളം ഓട്ടോമാറ്റിക് ആക്കാരം, മറ്റേ മാനുവലേ കാരം. ഇത് ഓട്ടോമാറ്റിക്, ഇത് മാനുവൽ. അങ്ങനെയാണല്ലേ? നമ്പർ നോക്കുകയാണെങ്കിൽ KL 46 79 നമ്പറുണ്ട്. വണ്ടിന്റെ പേരാണ് ഐറ്റം തന്നെ തോന്നുന്നു അല്ലേ? KL 10. അത് നമുക്ക് വെള്ളം കാണിച്ചു കൊടുക്കാം. ഇത് 2011 മോഡല്. 11 മാനുവൽ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 74 കിലോമീറ്റർ. 4th ഓണർഷിപ്പ്. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. തേർഡ് പാർട്ടിലെ എത്ര ഓടിക്കണമെന്നാല്? 71,000 കിലോമീറ്റർ. 4th ഓണർഷിപ്പ് കേട്ടോ. നിലവിൽ ഓടിക്കണ്ട 4th ഓണർഷിപ്പ് അല്ലേ? നമ്മൾ ചോദിക്കണത് 1.40 ചോദിക്കണ്ടേ? കുറച്ച് കൊടുക്കും. നെഗോഷ്യബിൾ കൊടുക്കാം. നമുക്കൊരു 10,50 ലോൺ അറേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്ത് കൊടുക്കും. ഓരോ തന്നോട്ടല്ലേ? ഇപ്പൊ വണ്ടിന്റെ പാർട്സ് കിട്ടണില്ല, മുസഫറിനെ വിളിച്ചാൽ മതി അല്ലേ? നമുക്ക് അത് സെറ്റ് ആയി കൊടുക്കാം. ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതിപ്പോ റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി ഇല്ലല്ലേ? ഇല്ലല്ല. എത്ര 1.40 ചോദ്യം കേട്ടോ. ചോദ്യല്ലേ? 1,40,000 മുടക്കില് നോക്കിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേമാതിരി i10 ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് സൺറൂഫ് ഉണ്ട് കേട്ടോ. സൺറൂഫ് ചെയ്തല്ലോ? സൺറൂഫ് കമ്പനി വരേണ്ട i10 ഓട്ടോമാറ്റിക് 2010-2030 പുതിയ പേപ്പർ കൊടുത്ത്. അതും നമ്പർ നോക്കാണ് KL 10 i10 തന്നെ നമ്പർ ആയിട്ടില്ല. എത്ര ഓടിക്കണമെന്നാല്? ഇത് ഓട്ടം വന്നിട്ട് 84,000 കിലോമീറ്റർ കേട്ടോ. 8 ഓടിക്കണ്ട്. കടുപുത്തൻ ടയറ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടില്ലേ? 4th ഓണർഷിപ്പ്. 2029-2030 പേപ്പർ കേട്ടോ. 30 എല്ലാ പേപ്പറും ക്ലിയർ ഉണ്ട്. നല്ല വൃത്തിലുണ്ട്. വർക്കിംഗ് ആണ്. സൺറൂഫ് കാര്യങ്ങള് ആകാശം കണ്ട് പോകാനും പറ്റും. ഓട്ടോമാറ്റിക് ലേഡീസിനും ജെന്റ്സിനും പറ്റിയ വണ്ടില്ല. ഇതുമ്പോ റീപ്ലേസ് മെയിൻ ക്ലാസ് മാറ്റിട്ട് റിന്യൂ എടുക്കാൻ വേണ്ടി മാറ്റിയതാണ്. റിന്യൂ എടുക്കാൻ വേണ്ടി വരാണ്ടപ്പോ ഞങ്ങൾ മാറ്റി. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആയിട്ടൊന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കുന്നത് 2,10,000 കേട്ടോ. തീർച്ചയായിട്ടും കുറക്കും. നമുക്ക് 1 ലക്ഷം വരെ ലോൺ കൊടുക്കാം. കയറ്റി കൊടുക്കാം. ഓ, അതേ മാർക്കാണ്. അടിപൊളി വാഗണർ ഉണ്ടല്ലോ. അത് 2012 മോഡല് 13 രജിസ്ട്രേഷൻ. 2028 വരെ പേപ്പർ ഉണ്ടാവും. പേപ്പറുള്ള വാഗണർ കൊടുക്കാം. LXI പെട്രോൾ കേട്ടോ. LXI ആണ്, പെട്രോൾ വണ്ടി ആണ്. ടയറ് കാര്യങ്ങൾ അതും ഉണ്ട്. എത്ര ഓടിക്കണെന്നാലേ? ഇത് ഓട്ടോ 1 ലക്ഷം. 1 ലക്ഷം കറക്റ്റ് ഓട്ടോ. ഇഷ്ടം എടുത്തിട്ടില്ല, ചെക്ക് ചെയ്യാം. വരുന്നവർക്ക് ചെക്ക് ചെയ്തെടുക്കാം അല്ലേ? അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എല്ലാം കൂടെ ഉഷാറിലും ഉണ്ട് അല്ലേ? മെക്കാനിക്കിലേക്ക് ഓക്കെ കേട്ടോ. റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ല. എത്ര ചോദിക്കണ്ടേ? ഇതിന് 2.30 കേട്ടോ. 2,30,000 30 പേപ്പർ ഉണ്ടോ? 2028 പേപ്പറില വാഗണർ കൊടുക്കുക. ആൾക്കാർ വന്നാൽ കുറച്ചും കൊടുക്കുക. ലോൺ കയറ്റി കൊടുക്കും. 1.5 ലോൺ ചാൻസ് ഉണ്ട്. മാക്സിമം കയറും. എന്തായാലും 10,000-15,000 മുടക്കിലാൾക്കാർ. അതേമാതിരി 4 മാരുതി ഉണ്ടല്ലോ അല്ലേ? 2002, 3, 4 വണ്ടികളാണ്. എത്ര ഈ മോഡൽ? ഇതൊക്കെ കാർപ്പറ്റ് ആണ്. ഇതൊക്കെ 55, ഇത് 45, അത് 60. അങ്ങനെയാണ്. 55,000 ഈ കാർപ്പറ്റ് മാറ്റി കൊടുക്കുക. ഇനി 45,000 മാറ്റി കൊടുക്കല്ലേ?
45,000 രൂപ ഇത് 60 രൂപ. 60 രൂപയ്ക്ക് ഈ മരുന്ന് കൊടുക്കാം. 28-29 പേപ്പറിലാണ്. എല്ലാ വണ്ടിക്കും പേപ്പറുള്ള മരുന്ന് 28 പേപ്പറിൽ മരുന്നില്ല ആൾക്കാർ വിളിച്ചിട്ടല്ലേ. അതേമാതിരി 60,000 രൂപ അൾട്ടോ ഉണ്ട് അവിടെ ബാക്കിൽ അത് കാണിച്ചു കൊടുക്കാം. 2030 പേപ്പറിലാണ്. ഇതാണ് കുറഞ്ഞ വിലന്റെ അൾട്ടോ അല്ലേ. അൾട്ടോ പഠിക്കാൻ പറ്റിയ വണ്ടി 2005 2030 പുതിയ പേപ്പർ എടുത്ത വണ്ടി. പേപ്പറുള്ള അടിപൊളി അൾട്ടോ ആണ്. പഠിക്കാനും പഠിപ്പിക്കാനും 65,000 രൂപ. വെറും 65,000 രൂപയ്ക്ക് അൾട്ടോണ് ഈ കിടക്കുന്ന മുതല് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റും. LXL തന്നെ സ്റ്റാൻഡേർഡ് വരുന്നല്ലേ. സീറ്റ് കാര്യങ്ങള് ഇന്ത്യയിലെ ഉഷാർ തന്നെയാണ് അല്ലേ. 65,000 രൂപ കൊടുക്കാം. ഇതിപ്പോ ഞാൻ വേണമെങ്കിൽ കുറക്കുവോ? നമുക്ക് ചെറിയ മാറ്റം ചെയ്യാം. ഇതിപ്പോ പേപ്പർ ഉണ്ടോ? 30 പേപ്പർ ഉണ്ടല്ലോ. അതേപോലെ ഞാനങ്ങനെ ഇതൊക്കെ 2014 85,000 രൂപ. 85,000 രൂപയ്ക്ക് 14 മോളില് ഞാനല്ലേ. ടയറ് കാര്യങ്ങള് അതുണ്ട്. ഇതിപ്പോ റീപ്ലേസ് എന്തെയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഇന്ന് ഓട്ടത്തിലാണോ അവരെ? ഓട്ടം 44 കിലോമീറ്റർ. 44,000 കിലോമീറ്റർ നിലവിൽ ഓടി. മൂന്നാമത്തെ ഓണർഷിപ്പ് കേട്ടോ. മൂന്നാമത്തോ? റീപ്ലേസ് ഒന്നും ചെല്ലോ. ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല. 85,000 രൂപ. 85,000 രൂപയ്ക്ക് ഞാനാണ് കൊടുക്കുക. ഈ ഞാനങ്ങനെ 90 രൂപ 14 14 മോളില് ഞാനോ 90,000 രൂപയ്ക്ക് എല്ലാം കൊണ്ട് ഉഷാറിലുണ്ട് അല്ലേ. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറിലുണ്ട്. ഈ ഞാനങ്ങനെ ഗോൾഡ് 65,000 രൂപ. 65,000 രൂപ ഗോൾഡ് കളർ നാനി കൊടുക്കാം. വെള്ള കളർ നാനുണ്ടല്ലോ. 2016 മോഡല്. ഇത് നമുക്ക് 1,40 കൊടുക്കാം. 16 മോഡല് ഡിക്കൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇത് കിലോമീറ്റർ ഓടികള്. ഇത് കിലോമീറ്റർ വന്നിട്ട് 48,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. അത്ര പറ്റുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് പറ്റുള്ളൂ അല്ലേ. ഇന്റീരിയർ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ. ഇതൊന്ന് റീപ്ലേസുകളൊന്നും ചെയ്യലോ. റീപ്ലേസ് ഇല്ല. ഗ്ലാസിന് പൊട്ടുണ്ട് കേട്ടോ. ഗ്ലാസിന് വരെ കൊടുക്കണോ? വാണിമ മാറ്റി കൊടുക്കാം. ഇങ്ങ് മാറ്റി കൊടുക്കുവോ? ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കൂലേ. ആൾക്കാർ വന്നാൽ മാത്രം മതി. എത്ര റേറ്റ് തന്നെ? 1,40. 1,40,000 രൂപ. ലോൺ കയറ്റി കൊടുക്കും. ആൾക്കാർ വന്നോട്ടല്ലേ. 20ന്റെ മേലെ എന്തായാലും 4 മൈലേജും കിട്ടും. പറയും ചെയ്യലല്ലേ. എല്ലാം എന്റെ ഡിക്കർ ഓപ്പൺ ആണ് വണ്ടി അല്ലേ. ഓക്കെ. അടുത്ത വണ്ടി ടാറ്റന്റെ ടിയാഗോ അല്ലേ. 2019 മോഡൽ ടിയാഗോ ഫുൾ ഓൺലി. 19 മോഡൽ ടിയാഗോ ഫുൾ ഓൺ കൊടുക്കാൻ പറ്റില്ല. കമ്പനി 28 കിലോമീറ്റർ മൈലേജ് ആണ് കേട്ടോ. എന്തായാലും മൈലേജ് കിട്ടും. കമ്പനി പറയണ്ടല്ലേ. അത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ വണ്ടി. എത്ര ഓടിക്കണം? 4 ഇത് 1,45 ഓട്ടം. മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ. 2019 10 മാസം വണ്ടി കേട്ടോ. ഓ, എന്നാ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ മാഞ്ഞാളങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക. ആൾക്കാർ വന്നാൽ തെറ്റിപ്പോലെ അല്ലേ. അത് നമ്മള് ഗ്യാരണ്ടി പറയുന്നുണ്ട്. എത്ര വയ്ക്കണ്ടേ? ഇതിന് 3,40. 3,40,000 ടിയാഗോ ചോദിക്കൊണ്ട് ഫുൾ ഓൺ ആണ്. 28 കിലോമീറ്റർ പെട്രോൾ മൈലേജ് കിട്ടും. ഡീസൽ മൈലേജ് കിട്ടും. അതാണ് പറയണ്ടേ. അതേമാതിരി സെലറി ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക് 2014 മോഡൽ സിംഗിൾ ഓണർ ഉണ്ട് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പോ? 14 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സെലറി അല്ലേ. 65,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 65,000 ആ കോടിക്കുണ്ട് അല്ലേ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ലാതെ പറയും ചെയ്യലല്ലേ. ആൾക്കാരെ വന്നോട്ടല്ലേ. സീറ്റ് കാര്യങ്ങള് ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജ് ഉണ്ടോ? ഇതിന് ഓട്ടോമാറ്റിക്കിന് 18 മൈലേജ് കിട്ടും. 18 മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യലല്ലേ. ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ. എത്ര വയ്ക്കണ്ടേ? ഇതിന് 3 രൂപ. 3 ലക്ഷം. 3 ലക്ഷമാണ് ഓട്ടോമാറ്റിക് സെലറിയൊക്കെ ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കുക. ഫുള്ളോ കയറോ? ഇതിന്മേൽ നമുക്ക് 2-2.5 കിട്ടും. 50,000 മുടക്കി വണ്ടി ഇറക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യലല്ലേ. ഓക്കെ. അതേപോലെ ഡാക്സന്റെ ഗോ ആണല്ലോ. ഇത് 2016 മോഡല് CNG കിറ്റ് കയറ്റിയ വണ്ടിയാണ്. CNG കയറ്റിയാണ്. അഡീഷണൽ കയറ്റി. റിപ്പയറിംഗ് ചെയ്യാണ്ട് കേട്ടോ. റിപ്പയറിംഗ് ചെയ്യാണ്ടല്ലേ. ഫുൾ ഫിറ്റിംഗ് വേണ്ട. നിങ്ങൾ ചെയ്തെടുക്കോ? നിങ്ങൾ ചെയ്യേണ്ടത് മാറിട്ട് നമ്മൾ കൊടുക്കണം. 1,60 നമുക്ക് വണ്ടി കൊടുക്കാം. വില കുറച്ച് കൊടുക്കാണ്. 2016 1,70 ഇത് 14 1,70 ഓക്കെ. സീഞ്ചുള്ള വണ്ടിയാണ്. ഫിറ്റിംഗ്സ് ചെയ്താൽ മതി. ഒക്കെ റെഡിയാണ്. മുമ്പിൽ 3 ആക്കും ബാക്കിൽ 3 ആക്കും പോകാനല്ലേ. 6 സീറ്റ്. ഇത് റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ലല്ല. അങ്ങനത്തെ മാഞ്ഞ പരിപാടികളൊന്നും ഇല്ലല്ലേ. എത്ര ഓടിക്കണത്? ഓട്ടോ 1 ലക്ഷം. ഓണർഷിപ്പ് മൂന്നാമത്തെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ. എത്ര വയ്ക്കണം? ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 1,70 ചോദിക്കണമെങ്കിൽ മാറ്റം കുറച്ച് കൊടുക്കാം. സീഞ്ചുള്ള വണ്ടിയില്ലേ. ഓക്കെ. അതേമാർക്ക് തന്നെ ഈ ഗോ 14 1,70. 14 മോഡല് ഗോ ആണ്. ഇത് 1,70,000 രൂപ കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി അല്ലേ. ടയറ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതങ്ങനെ എത്ര ഓടിക്കണത്? ഓട്ടം വന്നിട്ട് 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ ഓടി. 3rd ഓണർഷിപ്പ് കേട്ടോ. നിലവിലുള്ളല്ലേ. റീപ്ലേസുകളൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല. ഒരു പരിപാടി ഇല്ലാതെ പറഞ്ഞു കൊടുക്കാറല്ലേ.
എത്ര 1.70? 1.70. 1,70,000 റുപ്യക്ക് 1.5 ലോണം കിട്ടും കയറും. 20,000 മുടക്കില് ടാക്സിന് പോകാർക്കല്ലേ. അതേമാതിരി തന്നെ മാരുതി സെന്നാണ്. 2004 29 പേപ്പറിലുണ്ട്. 29 പേപ്പർ ഉണ്ട്. ഇത് ഓട്ടം പറഞ്ഞല്ലോ. ഓട്ടം പഴയ വണ്ടിയില്ല. 1.30 ഓടിയിട്ടുണ്ട്. അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടില്ല. MPFI ആട്ടോ. MPFI ആണ്. വിർത്തലുണ്ട് അല്ലേ. നമുക്ക് 85 റുപ്യക്കാവും കൊടുക്കാം. എത്ര? 85,000 റുപ്യക്ക് മാരുതി സെന്ന് കൊടുക്കുക. 2 ഡോർ വിൻഡോ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് അല്ലേ. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറ്. അഡീഷണൽ അലവിലും ചെയ്തു അല്ലേ. 85,000 റുപ്യ വണ്ടി കൊടുക്കാം. റെഡി ആയിക്ക് വണ്ടി ആർക്കും ചെയ്യാനല്ലേ. 10, 15, 16 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ചെറുവിടെ ഇഷ്ടപ്പെടുകയായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ കണ്ടി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മറക്കണം. പഠിത്തല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം.